പറയുകയാണ്. 2000-3000 പേര് ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടാകാത്ത ധാർമ്മിക ദോഷം 6 പേരുള്ള സ്ഥലത്ത് തോക്കെടുത്ത് മുകളിലേക്ക് വെടിവെക്കുവാൻ വേണ്ടി കാണിക്കുന്ന പോലീസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ജനറലായിട്ട് പോലീസിനെ കുറിച്ച് പറയുമ്പോൾ സമൂഹത്തിൽ പോലീസിനെ കുറിച്ചുള്ള അസസ്മെന്റ് വരുന്നത് ഇവിടെയാണ്. തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുമ്പോഴേക്കും ആ മാറ്റത്തിന് അനുകൂലമായിട്ട് ജനാധിപത്യ കേരളം ചിന്തിക്കും. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ ഒക്കെ തന്നെ പറയാൻ പറ്റുന്ന ഒരു നിലവാരത്തിലാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ ആരോഗ്യവകുപ്പ് എന്റെ പൊന്നടാവേ, മേയർ വി രാജേഷ് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ പുലി എന്നല്ല പറയാനുള്ളത്, പുപ്പുലി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നതിനകത്ത് സംശയം. ഈ വീഡിയോ കണ്ടതോടുകൂടി അത് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എടുത്ത് പറയണം. കാരണം എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? മേയർ വി രാജേഷ് ആ സ്റ്റേജിൽ ആ മൈക്കിനടുത്ത് നിന്ന് സംസാരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് കേട്ടതാണേ. എന്നാൽ തൊട്ട് പിന്നിലിരിക്കുന്നത് ആരാണ്? സാക്ഷാൽ മുഖ്യമന്ത്രി, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ. അതോടൊപ്പം തന്നെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നത് ആരാണ്? മന്ത്രിമാരായിട്ടുള്ള രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ മുരളീധരനും. അപ്പോൾ ഇവരെയൊക്കെ തന്നെയും ആ മുന്നിലിരുത്തിക്കൊണ്ട് വി രാജേഷ് പറഞ്ഞ ഈ കാര്യമാണ് മക്കളെ ശരിക്കും പറഞ്ഞ അതൊരു ഒന്നൊന്നര പറച്ചിലായിപ്പോയി. അതായത് നമുക്കറിയാം ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും വളരെ വലിയ തോതിൽ നല്ല കാര്യങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തൂഫാൻ അത് എല്ലാ അർത്ഥത്തിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനെ എല്ലാ അർത്ഥത്തിലും, അതായത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ മേയർ വി രാജേഷ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. തുടക്കത്തിലേ തന്നെ നമുക്ക് അതൊന്നും ആദ്യം കേൾക്കാം, എന്നിട്ട് ബാക്കി പറയാം. വാർത്ത വരുത്തുക, ബോധപൂർവ്വം വാർത്ത വരുത്തുക. തീർച്ചയായിട്ടും പോലീസുമായി സംസാരിച്ചു. രണ്ടേ ആക്ഷൻ. ഒരാള് അനധികൃതമായി മാലിന്യം ചെയ്തിരിക്കുന്ന ഒരാളിനെ കോർപ്പറേഷൻ ജീവനക്കാർ തടഞ്ഞപ്പോഴേക്കും ഓട്ടോറിക്ഷ കയറ്റി ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടു. 24 മണിക്കൂറിനകം തിരുവനന്തപുരത്ത് പോലീസ് അയാൾ തമിഴ്നാട്ടിൽ പോയി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാക്കി. അതിനുശേഷം ഒരു ഇൻസിഡന്റിൽ കൂടി അറസ്റ്റ് ചെയ്യുകയും പിടിച്ച വാഹനങ്ങൾ ഒരു വാഹനം 25 ലക്ഷം രൂപ വരുന്നതാണ്. ബാക്കിയൊക്കെ 5 ലക്ഷം രൂപ ആട്ടോറിക്ഷ എടുത്തിട്ടുണ്ട്. ഒരു വാഹനം ഏത് നേതാവ് വിളിച്ച് പറഞ്ഞാലും വിടാതെ കോർപ്പറേഷൻ മുമ്പിൽ എല്ലാവരും കാണത്തന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്തപ്പോഴേക്കും ഇപ്പോൾ ആ ബുദ്ധിമുട്ടേ ഒഴിവായി കഴിയുന്നത് പോലീസിന്റെ. അതുപോലെ പാളയം 45 വർഷമായിട്ട് ഒരു കൂട്ടം മീൻ വിൽക്കണമെങ്കിൽ 25 രൂപയാണ് കോർപ്പറേഷൻ തരുന്നത്. 500 രൂപ പെർ ഡേ വാങ്ങുകയാണ്. എവിടെയാണ്? അപ്പുറത്ത് മുഖ്യമന്ത്രി സെക്രട്ടറി, ഇപ്പുറത്ത് കോർപ്പറേഷൻ മേയർ ഇരിക്കുന്നതിനിടയ്ക്കുള്ള പാളയം എന്ന് പറയുന്ന കണ്ണായ സ്ഥലത്ത് കണ്ണിവേറ മാർക്കറ്റിൽ ഒരാളുടെ കയ്യിൽ നിന്ന് 500 രൂപ വെച്ച് 200 പേരുടെ കയ്യിൽ നിന്നും കഴിഞ്ഞ 45 ഇയേഴ്സ് കളക്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു ജോലിയും ചെയ്യാതെ 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന സംവിധാനത്തെ ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന്റെ വളരെ നല്ല രീതിയിലുള്ള ഇടപെടൽ. യാതൊരു ബുദ്ധിമുട്ടുള്ള പണിയുണ്ടെന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ സമരം നടന്നു. ഞാൻ എന്നെ വളരെ ലൈറ്റായിട്ട് പോസിറ്റീവ് സെൻസ് ചെയ്യാൻ ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇഡിയുടെ അന്വേഷണം നടന്നു. ഇഡിയുടെ അന്വേഷണം നടന്നിട്ട് 12,000-3000 പേര് എത്തുന്ന സ്ഥലത്തേക്ക് വനിതകൾ ഉൾപ്പെടുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് ഇറങ്ങി പോകാൻ പറയുന്നത് ധൈര്യമായിട്ട് പോയി. പോലീസ് പുറത്തെന്ന് പറയുകയാണ്. 2000-3000 പേര് ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടാകാത്ത ധാർമ്മിക ദോഷം 6 പേരുള്ള സ്ഥലത്ത് തോക്കെടുത്ത് മുകളിലേക്ക് വെടിവെക്കുവാൻ വേണ്ടി കാണിക്കുന്ന പോലീസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ജനറലായിട്ട് പോലീസിനെ കുറിച്ച് പറയുമ്പോൾ സമൂഹത്തിൽ പോലീസിനെ കുറിച്ചുള്ള അസസ്മെന്റ് വരുന്നത് ഇവിടെയാണ്. തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുമ്പോഴേക്കും ആ മാറ്റത്തിന് അനുകൂലമായിട്ട് ജനാധിപത്യ കേരളം ചിന്തിക്കും. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ തന്നെ പറയാൻ പറ്റുന്ന ഒരു നിലവാരത്തിലാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ ആരോഗ്യവകുപ്പ് പറഞ്ഞതിനോട് കുറച്ച് യോജിക്കുകയാണ്. പോലീസ് സംഘീയ ഇതാണ് മേയർ എന്ന് പറയുന്നത്. കാരണം നല്ലത് കണ്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഭേദമന്യേ അതിന് നല്ലതെന്ന് തന്നെ പറയണമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ മേയർ വി രാജേഷ് എല്ലാ രീതിയിലും വ്യത്യസ്തനാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടൊപ്പം തന്നെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെയാണ് മേയർ വി രാജേഷ് എടുത്തു പറഞ്ഞ ഒരു കാര്യം. അതും ഇവരെ 3 പേരെയും മുന്നിലിരുത്തിക്കൊണ്ട് പറഞ്ഞ ആ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് വെടിവെച്ച ആ ഒരു കാര്യം, അത് സുഗതനെ പിടിക്കാനായിട്ടുള്ള ആ ഒരു സംഭവവികാസമാണ് മേയർ ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലായിരുന്നു. ആ സ്പോട്ടിൽ വെടിവെച്ച ആ ഒരു കാര്യത്തെക്കുറിച്ചും മേയർ വി രാജേഷ് നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ മുന്നിലിരുത്തിക്കൊണ്ട് തുറന്നടിച്ച് പറഞ്ഞ ഒരു കാര്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ രാജേഷിനെ സമ്മതിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ശരിയാണോ അതിനെ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അഭിനന്ദിക്കും, തെറ്റാണോ അതിന് തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആരെയും മുഖം നോക്കിക്കൊണ്ട് തന്നെ അത് തുറന്നു പറയുന്ന ഒരു പ്രകൃതം അതിനെ സംബന്ധിച്ചു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ആഭ്യന്തരമന്ത്രിയൊക്കെ തന്നെ മുന്നിലിരുത്തിക്കൊണ്ട്, ആരോഗ്യമന്ത്രി ഉൾപ്പെടെ മുന്നിലിരുത്തിക്കൊണ്ട് പച്ചയ്ക്ക് പറഞ്ഞ ഈ ഒരു കാര്യം അത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ സമ്മതിച്ചു കൊടുക്കുകയാണ്. അത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പോൾ എന്ത് തന്നെയായാലും മേയർ വി അത് ഇവരെ മാത്രമല്ല, വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ആ ഒരു സ്റ്റേജിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് മേയർ വി രാജേഷ് ഈ ഒരു കാര്യം പച്ചയ്ക്ക് തുറന്നു പറഞ്ഞത്. അതായത് നല്ലതിനെ നല്ല വശത്തോടു കൂടി തന്നെ നല്ലതെന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു വെടിവയ്ക്കൽ അത് തെറ്റായിട്ട് കണ്ടുകൊണ്ട് തന്നെ ആ ഒരു സുഗതന്റെ കാര്യം, അന്ന് ആ പോലീസ് പിടിക്കാൻ പോയ കാര്യം, അന്ന് അവിടെ നടന്ന സംഘടന കാര്യങ്ങളൊക്കെ തന്നെയും അതിനെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് വി രാജേഷ് അതും തുറന്നടിച്ച് ഇവരുടെ എല്ലാം മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പറയുന്നത് തൻ്റെയിടമുള്ള മേയർ. എവിടെയും എന്തും തുറന്നു പറയാനായിട്ട് യാതൊരു മടിയുമില്ലാത്ത മേയർ. അത് തീർച്ചയായിട്ടും ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. കാരണം അവർക്ക് അത് കേട്ടിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഉൾപ്പെടെ അത് കേട്ടിരിക്കേണ്ടി വന്ന ആ ഒരു സിറ്റുവേഷനാണ് അവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്. അതെന്തായാലും മേയർ വി രാജേഷ് പൊളിച്ചടുക്കി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതൊക്കെയാണ് പറയുന്നത് മേയർ എന്താണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി ഇപ്പോൾ മേയർ വി രാജേഷ് ഓരോ ദിവസം കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവൊക്കെ തന്നെയാണ് ഇതെന്ന് പറയുന്നത്.